ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. തുടങ്ങല്ലേ? റെഡിയാണോ നിങ്ങൾ? ഗുഡ് മോർണിംഗ് സർ. ഏത് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യേണ്ടത്? എത്ര ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ആൻസർ ചെയ്യാത്ത? ലാസ്റ്റ് ഏതാ ചെയ്ത് പറഞ്ഞാൽ മതി, അപ്പൊ എനിക്കറിയാം. പറയണ്ടോ? കേൾക്കണില്ല. ഇവിടെ സെക്കൻഡ് തേർഡും ഇതിൽ ഏതെങ്കിലും ചെയ്തിക്കണോ അതോ രണ്ടും? സെക്കൻഡ് ആണ് ചെയ്യാറുള്ളത്. സെക്കൻഡും തേർഡും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. റോംബസ് പിന്നെ പെന്റഗൺ. ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സെൻഡ് ചെയ്തില്ലേ? യെസ് സർ. ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിക്കണല്ലോ അല്ലേ? യെസ് സർ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. Draw a rhombus of side 6 cm and one angle 60 degree. Then draw a right triangle of same area. ഒരു റോംബസ് വരക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ യെസ് ആ റോംബസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ടൈം ഔട്ട് ആയത് അല്ലേ? പാരലോഗ്രാമിന്റെ പ്രത്യേകത അന്ന് നമ്മൾ എഴുതിച്ചിട്ടുണ്ട് അല്ലേ? സാമാന്ത്രികത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ റോംബസിന്റെ സമഭുജ സാമാന്ത്രികത്തിന്റെ പ്രത്യേകത പറയാമെന്ന് പറഞ്ഞു. കുറച്ച് പറഞ്ഞപ്പോ നമ്മള് സ്കൂളിൽ ക്ലാസ് ഉണ്ട് കാരണം അങ്ങനെ തോന്നുന്നു പോയത്. ഏതായാലും റോംബസിനെ കുറിച്ചൊന്ന് പറയാം. നോക്കിയിരുന്നോ?
ഇത് സാമാന്തരികം പാരലോഗ്രാം ABC. ഇത് രണ്ടും വലുതായിരിക്കും, ഇത് രണ്ടും ചെറുതായിരിക്കും. ഇത് രണ്ടും ഒരേ അളവായിരിക്കും, പാരലലുമായിരിക്കും, ഒരേ നീളമാണ്. ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇതും 8 ആണ്, സമാന്തരവുമാണ്. ഇതും ഇതും അത്രക്കില്ല, പക്ഷെ ഇത് രണ്ടും ഒരേ അളവാണ്. ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും നീളം, അതുപോലെ സമാന്തരം പാരലുമായിരിക്കും. ഇവിടെയും അതുപോലെ തുല്യവും സമാന്തരവുമായിരിക്കും. ഇത് പാരലോഗ്രാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതില് എല്ലാ സൈഡും ഈക്വലായി വരട്ടെ. ഇതാണ് റോംബസ്, സമഭുജ സാമാന്തരികം. ഇത് വരക്കണ്ട, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. എവിടെയാണോ ഇത് എഴുതി വെച്ചിട്ടുള്ളത് അവിടെ ഇത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കിലൊക്കെ എഴുതണമെന്ന് നല്ലത്. ഇതിന്റെ പ്രത്യേകത, ഇവിടെ ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ഈക്വൽ. ഇവിടെ എല്ലാം തുല്യമാണ്. AB-യും BC-യും CD-യും AD-യും ഇതൊക്കെ ഒരേ വലിപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇത് രണ്ടും ഒരേ വലിപ്പമാണ്, സമാന്തര പാരലുമാണ്. ഇത് രണ്ടും ഒരേ വലിപ്പം, സമാന്തര പാരലുമാണ്. ഇവിടെ ഇതൊക്കെ ഒരേ വലിപ്പമാണ്. പിന്നെ പാരലൽ പറഞ്ഞാൽ ഇത് രണ്ടും തന്നെ സമാന്തരം, ഇതും ഇതും പാരലാണ്. ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ഈ ആംഗിൾസ് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ തുല്യം. ഇവിടെയും എതിർകോണുകൾ തുല്യം തന്നെയാണ്. ഈ വരയുടെ രണ്ടറ്റത്തുമുള്ള കോണുകൾ കൂട്ടിയ 180 കിട്ടും. ഈ വരയുടെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസിന്റെ സമ്മ് 180, കൂട്ടിയ 180, കൂട്ടിയ 180, മൊത്തം കൂട്ടിയ 360 ഡിഗ്രി. ഈ വികരണം വലുതും ഈ വികരണം ചെറുതുമായി. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ഇൻ ലെങ്ത്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇവിടെ അങ്ങനെ. അപ്പൊ ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇതിന് ഓക്കെയാണ്. എന്നാൽ 1-2 കാര്യങ്ങൾ വ്യത്യാസം. ഇവിടെ എല്ലാം ഒരേ വലിപ്പമല്ല. ഇത് രണ്ടും ഒരേ വലിപ്പം, ഇത് രണ്ടും വേറെ ഒരേ വലിപ്പം. ഇവിടെ എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വരക്കുക, ചെറുതായിട്ട് മതി, പെട്ടെന്ന് വരക്കാം. ഇത് വരക്കണ്ട, ഇത് ഏകദേശം ഒരേ വലിപ്പാക്ക് റോംബസ്. പെട്ടെന്ന് വരക്കും. റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരിക എന്ന് പേര് കൊടുക്കട്ടോ. എഴുതിയോ? വെച്ചത് ഏതാ? ഓരോ പോയിന്റുകളായിട്ട് ഏതൊരു വശങ്ങൾ തുല്യമാണ്, എല്ലാ വശങ്ങളും തുല്യമാണ്. അതെ, സമാന്തര ശേഷം വശങ്ങളെല്ലാം തുല്യമാണ്. വശങ്ങളെല്ലാം തുല്യമാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. വശങ്ങളെല്ലാം തുല്യമാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എതിർവശങ്ങൾ സമാന്തരമാണ്. രണ്ടാമത്തെ പോയിന്റ്, എതിർവശങ്ങൾ സമാന്തരമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എതിർവശങ്ങൾ സമാന്തരമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ.
എന്താ പാരലൽ സമാന്തരമാകാം. എ ബിയും സി ഡിയും പാരലൽ ആണ്. അതുപോലെ എ ഡിയും ബി സിയും പാരലൽ ആണ്. ഇവിടെ ചോദിച്ചോ ദാറ്റ് ഈസ് രണ്ട് ഇത് കേട്ടോ. അതായത് രണ്ടാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്, എതിർവശങ്ങൾ സമാന്തരം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഇത് രണ്ടും പാരലൽ ആണ്, ഇത് രണ്ടും പാരലൽ ആണ്. ഇങ്ങനെ എഴുതി വെക്കും. ഇപ്പൊ 2 പോയിന്റ് ആയി. രണ്ടാമത്തെ പോയിന്റിനെ കുറിച്ചാണ്. ഒന്നാമത്തെ പോയിന്റിന് ശേഷം ഇതൊന്ന് എഴുതണമായിരുന്നു. എല്ലാം ഈക്വൽ അല്ലേ? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി അല്ലെങ്കിൽ എ ഡി. ഇത് 4ഉം ഈക്വൽ ആണ്. അത് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞ് വരേണ്ടതാണ്. പറ്റുമെങ്കിൽ അവിടെ കൊടുക്കും. ഓക്കെ. മൂന്നാമത്തത്, എതിർ കോണുകൾ തുല്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് ഇത് രണ്ടും ഒരേ വലിപ്പമാണ്. എ തന്നെയാണ് സി, ബി തന്നെയാണ് ഡി, ട്ടോ. ദാറ്റ് ഈസ് അതായത് എന്ത് ചെയ്ത് ഓക്കെ. പിന്നെ ഒരു സൈഡിന്റെ രണ്ടറ്റത്തുമുള്ള കോണുകൾ കൂട്ടിയ 180 കിട്ടും. എഴുതിക്കോ. ഓരോ വശത്തിന്റെയും രണ്ടറ്റത്തുമുള്ള കോണുകളുടെ തുക, രണ്ടറ്റത്തുമുള്ള കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. എഴുതുന്നില്ലേ? കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇതാ the sum of angles at the two extremes of each side. The sum of angles at the two extremes. Sum of angles at the two extremes of any two sides is equal to 180 degree. എങ്ങനെ? അതായത് ഇത് രണ്ടും കൂട്ടിയാ 180, ഇതും കൂട്ടിയാ 180, ഇത് രണ്ടും കൂട്ടിയാ 180, ഇതും കൂട്ടിയാ 180. എയും ബിയും ആംഗിൾസിന്റെ സം 180, ബിയും സിയും കൂട്ടിയാ 180, ഇതും കൂട്ടിയാ 180. ഇത് 4 എഴുതി വെക്കുക. അതായത് ദാറ്റ് ഈസ് ആണ്.
സാർ എഴുതി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഈക്വല് പറഞ്ഞു, പാരലൽ പറഞ്ഞു, ആംഗിൾസ് പറഞ്ഞു. 4 പോയിന്റ് അല്ലേ പറഞ്ഞേ? യെസ്. പാരലൽ പറഞ്ഞു, ഈക്വല് പറഞ്ഞു, ഓപ്പോസിറ്റ് ആംഗിൾസ് പറഞ്ഞു, ഇങ്ങനെയുള്ള ആംഗിൾസ്. എല്ലാ കോണും കൂട്ടിയാൽ 360 കിട്ടുക. സം ഓഫ് ഓൾ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി. എല്ലാ കോണുകളുടെയും തുക 360 ഡിഗ്രി ആയിരിക്കും. എഴുതിക്കോ. എല്ലാ കോണുകളുടെയും തുക 360 ഡിഗ്രി ആയിരിക്കും. എല്ലാ കോണുകളുടെയും തുക 360 ഡിഗ്രി ആയിരിക്കും. Sum of all angles equal to 360 degree. 4 കോണാണ്. എടാ ഇത് കൂട്ടിയാൽ 180 ആണ്. ഇത് വേറെ 180. അപ്പൊ 360 ആയില്ലേ? ഇങ്ങനെയൊക്കെ പാടെ കൂട്ടാൻ നിൽക്കണ്ട. ഇത് രണ്ടും കൂട്ടിയാൽ 180 ഉറപ്പിച്ചു. അത് രണ്ടും കൂട്ടിയാൽ വേറെ 180. അപ്പൊ മൊത്തം 360 ആണല്ലോ. അപ്പൊ എയും ബിയും സിയും ഡിയും പാടെ കൂട്ടിയാൽ 4 കൂട്ടിയാൽ 300. That is angle A plus B plus C plus D equal to. ഇത് നേരത്തെ നമ്മൾ പാരലോഗ്രാമിന് പറഞ്ഞിട്ടുണ്ടാവും. അതിനും ഈക്വൽ ആണോ? അതുപോലെ തന്നെ 360 വരും. അടുത്തതാണ് ഇതിലൊന്ന് വലുതായിരിക്കും, മറ്റത് ചെറുതുമായിരിക്കും. വികരണങ്ങൾ തുല്യമല്ല. അതേ പ്രത്യേകത. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ഇൻ ലെങ്ത്. എഴുതിക്കോ. വികരണങ്ങൾ തുല്യമല്ല. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ഇൻ ലെങ്ത്. അല്ലെങ്കിൽ നോട്ട് ഈക്വൽ മതി. Diagonals are not equal. അതായത് ഈ വരിയും ഒരേ നീളമല്ല. എ സിയും ബി ഡിയും ഈക്വൽ അല്ല. എഴുതിക്കോ. എ സി ഈക്വൽ ഇട്ട് വെട്ടുക, സമട്ട് വെട്ടുക. ബി ഡി രണ്ടും സമല്ല. ഇവിടെ പോയിന്റ് കൊടുത്തോട്ടോ. അത് വെച്ചോ. ഇങ്ങനെ വെച്ചോ. എന്നിട്ട് ഇവിടെ എം കൊടുത്തു. ആവശ്യം. ഇത് രണ്ടും തുല്യമാവൂല. പക്ഷേ രണ്ടിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ഇത് രണ്ടിന്റെയും നാട്ടും ഇതായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും തുല്യം. ഇതും തുല്യം. ഇത് മൊത്തം 10 ആണെങ്കിൽ 5 അങ്ങോട്ടും 5 ഇങ്ങോട്ടും. ഇത് പിന്നെ 10 ഉണ്ടെങ്കിൽ ഇത് അത്ര ഉണ്ടാവും. ഇതൊരു 7 കരുതി. അപ്പൊ 3 അങ്ങോട്ടും 3 അങ്ങോട്ട്. ഇത് രണ്ടും ഒരേ വലിപ്പമല്ല, പക്ഷെ കൂട്ടിപ്പെടുന്ന നടുവായിരിക്കും രണ്ടിന്റെയും. മാത്രല്ല സാമാന്തരത്തിലേറെ പ്രത്യേകത ഇവിടെ 90 ഡിഗ്രി. പാരലോഗ്രാം ആണെങ്കിൽ ഇവിടുത്തെ ഡിഗ്രി പ്രത്യേകം പറയാൻ പറ്റില്ല. റോംബസ് ആണെങ്കിൽ സമഭുജ സാമാന്തരികമാണെങ്കിൽ ഈ 4 കോണും 90 ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വികരണങ്ങൾ തുല്യമല്ല. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ബട്ട് ദേ ബൈസെക്ട് പെർപെൻഡിക്കുലർലി. അത് ലംബമായിട്ട് സമഭാഗം ചെയ്യും. എഴുതിക്കോ. വികരണങ്ങൾ പരസ്പരം. അടുത്ത പോയിന്റ്. വികരണങ്ങൾ പരസ്പരം
ലംബമായി സമഭാഗം ചെയ്യുന്നു. ലംബമായി സമഭാഗം ചെയ്യുന്നു. വികർണങ്ങൾ പരസ്പരം ലംബമായി സമഭാഗം ചെയ്യും. ഇംഗ്ലീഷ് പഴയ ആയിരിക്കും. The diagonals are bisects perpendicularly. The diagonals bisects perpendicularly. ഇത് രണ്ടും ഈക്വല്, ഇത് രണ്ടും ഈക്വല്. എമ്മിന്റെ അവിടെ ഉള്ള ഏതെങ്കിലും ഏത് കൊടുക്കാം 90 ഡിഗ്രി. ഇത്ര എഴുതി വെച്ചാൽ എം ഈക്വൽ ടു എം സി, ബി എം ഈക്വൽ ടു എം ഡി. അപ്പൊ എന്തായി? ബൈസെക്ട് ആയി. പെർപെൻഡിക്കുലർ ലംബം കൂടി കൊടുക്കണ്ടേ? ലംബം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അവിടെ എവിടെയെങ്കിലും ഒരു 90 കൊടുത്താൽ മതി. എം കൊടുത്തു മതി കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ 6 സെന്റിമീറ്റർ സൈഡുകളുള്ള നീളങ്ങളുള്ള റോംബസ് വരക്കണം. സമഭുജ സാമാന്ത്രികം. നമ്മൾ പറഞ്ഞു എല്ലാ സൈഡും ഈക്വൽ ആണ്. സമഭുജ സാമാന്ത്രികം വരക്കാണ് എല്ലാ സൈഡും 6 സെന്റിമീറ്റർ ആയി. ഒരു ആംഗിൾ, ഒരു കോൺ നിൽക്കുന്ന 60 ഡിഗ്രി. നോക്കിക്കോ. അപ്പോ 6 സെന്റിമീറ്റർ വരക്കും. പേര് കൊടുത്ത് എ ബി. ഇനി ഇവിടെയും ഇവിടെയും ഇവിടെ 6 വരണം. ഇവിടെ 6 സെന്റിമീറ്റർ വരാണ്ട്. ഒരു കോണ് 60 ഡിഗ്രിയാണ്. ഇത് 60 ആണെങ്കിൽ ഇത് 60 ആവും. അല്ലെ പിന്നെ ഇത് രണ്ടും 60. ഒരു ഗ്രൂപ്പാണ് വരിക. ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിയാൽ ബാക്കിയൊക്കെ കിട്ടും. ഇത് 60 ആണ്. ഇവിടെ എത്ര ഉണ്ടാകുക? 120 ഉണ്ടാവും. അപ്പൊ ഇവിടെ 120. ഇത് രണ്ടും 120, ഇത് രണ്ടും 60. ഇത് രണ്ടുമാണ് 120 എങ്കിൽ അപ്പൊ ഇത് രണ്ടും 60. അപ്പൊ ഒറ്റ ആംഗിൾ മതി, ബാക്കി 3 കിട്ടും. ഇതാണ് നമ്മുടെ സമഭുജ സാമാന്ത്രിക വരക്കാണ്. ആദ്യം 6 സെന്റിമീറ്റർ വരക്കാം. കറക്റ്റ് ആവണം കേട്ടോ. കറക്റ്റ് അളവാ. അങ്ങോട്ട് സ്ഥലം ഉണ്ടാവണം. ഇവിടെ പൊട്രാക്ട് വെക്കാം. പൊട്രാക്ട് വെച്ചിട്ട് എന്ത് ചെയ്യാ? ഇവിടെ ഈ അറ്റത്ത് കേട്ടോ. പൊട്രാക്ട് 60 ഡിഗ്രിയിൽ നീട്ടുക. 60 ഡിഗ്രിയിൽ നീട്ടുക. ആ നീട്ടുന്നത് 6 സെന്റിമീറ്റർ കറക്റ്റ് എടുക്കും. ചെയ്തോ? വരച്ചാൽ 6 സെന്റിമീറ്റർ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരാം.
വരച്ച മക്കളെ ഓക്കെയാണോ? ഇനി ഇവിടെ 60 എടുത്ത മാതിരി ഇവിടെ 120 എടുക്കാൻ നിൽക്കണ്ട. ഇനി ഈ അളവും ഒക്കെ 6 സെന്റിമീറ്റർ അല്ലേ, ഇവിടെ നിൽക്കണ്ടൊക്കെ 6 വരിക. അപ്പൊ ഇനി കോമ്പസിൽ 6 എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ പൊട്രാക്കില് 120 കൊടുക്കണം. കാണ്ടേ കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം. 6 എന്നിട്ട് ഇവിടെ കുത്ത ഇങ്ങോട്ട് വരക്കാം. ഓക്കെ, അതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം. ഇവിടെ കുത്തി ഇങ്ങോട്ട് വരക്കാം, ഇവിടെ കുത്തി ഇങ്ങോട്ട് വരക്കാം. അപ്പൊ ഈ പോയിന്റ് കിട്ടും. വരച്ചോക്കാം. കോമ്പസിൽ 6 എടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം. അപ്പൊ കിട്ടും. വരച്ചോക്കാം. ABCD. വരച്ചോ? നിങ്ങള് റെസ്പോണ്ട് ചെയ്യട്ടോ, ഉണ്ടാക്കല്. ആരെങ്കിലും ഒക്കെ ഒരാൾ പറഞ്ഞാൽ മതി. വെരി ഗുഡ്. ഇതൊക്കെ 6 സെന്റിമീറ്റർ ആണ്, ഓർക്കണം. നമ്മൾ റോംബസിന്റെ പ്രത്യേകത പറഞ്ഞു. ഞാൻ ചോദിക്കട്ടോ, ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കും റോംബസിന്റെ പ്രത്യേകതകൾ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് രണ്ടും ഒരേ അളവാണ്, ഇത് രണ്ടും ഒരേ അളവാണ്. കോണുകൾ കൂട്ടിയാക്കപാട് കൂട്ടിയാ 360. 4 കോണും കൂട്ടിയാ 360. ഒരു വരന്റെ 2 അപ്പുറപ്പുറമുള്ള കോണും കൂട്ടിയാല് 180. മറക്കാം. അപ്പൊ ഇതൊക്കെ വരച്ചു. ഇനി ഇതിന് അതേ ഈക്വൽ ഏരിയ വരുന്ന റൈറ്റ് ട്രയാങ്കിൾ, അതിന് തുല്യ പരപ്പളവുള്ള മട്ടത്രികോണം വരക്കാനാ പറഞ്ഞത്. മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞാൽ ഒരു കോണ് 90 ആകണം. നമ്മൾ വരച്ചാൽ മതി. ഇനി കണ്ടോളൂ എങ്ങനെ വരും. ഇത് അതേ ഏരിയ ഉള്ള ത്രികോണം വരക്കാൻ എന്ത് ചെയ്യാ? ഓർമ്മ ഉണ്ടോ? ഇത് ഇങ്ങനെ വരച്ചിട്ട് സമാന്തര രേഖ വരക്ക. ഈ വശം നീട്ടിയ ഓർമ്മല്ലേ? തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരക്ക. വരച്ചോളൂ. ഈ സൈഡ് നീട്ടി വരക്ക, അടിയത്തെ സൈഡ് നീട്ടി വരക്ക, BD യോജിപ്പിക്ക. സർ വരച്ചു. ഇനി ഇതിന് സമാന്തരമായിട്ട് വരക്കണം. ഇതിന് പാരലൈൻ വരക്കാം. ഇവിടെ ഈന്ന് പേര് കൊടുക്കും. ഈന്ന് പേര് കൊടുക്കാം. ഓർമ്മല്ലേ? ഡയഗണൽ വരച്ചിട്ട് പാരലൈനിൽ വരക്കുക, സമാന്തര രേഖ, അടിയത്തെ വശം മുടിയാതെ നീട്ടുക, അവിടെ ഈ കൊടുക്കും. ആ പോയിന്റിൽ നിന്നും പുതിയ പോയിന്റിൽ നിന്നും ഇവിടേക്ക് വരക്കാം. ED യോജിപ്പിക്കുക. ED വരക്കാം. ED വരക്കെല്ലാരും. ഇപ്പൊ വരച്ച ED ആണല്ലേ, അതാണ് നമ്മളെ റോംബസിന് അതേ ഏരിയ വരുന്ന ട്രയാങ്കിൾ, ത്രികോണം. പക്ഷെ ആ ത്രികോണം മട്ടത്രികോണം ആണ്. അത് മട്ടത്രികോണം വരക്കാനാണ്, റൈറ്റ് ട്രയാങ്കിൾ വരക്കാനാണ്. ഇത് ഓൾറെഡി മട്ടത്രികോണമാണ്. കാരണം എന്താ വെച്ചാല് നോക്കിയിരുന്നോ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. കടന്നോട്ടെ. ഇത് 60 ആണെങ്കിൽ ഇത് 120 ഉണ്ടോ? 120. ഇത് 120. ആ 120ന്റെ നടുക്കൂടെ എടുക്കുക. ഈ 2 കോൺ തുല്യവും. അപ്പൊ ഇത് 60 ഇങ്ങോട്ടും 60 ഇങ്ങോട്ടും.
ഇത് 60 ആവും, ഇത് 60 ആവും. ഈ 60ന്റെ നടുവിലൂടെയാണ് ഇത് പോണത് എന്ന് പറഞ്ഞാൽ 60 ഇങ്ങോട്ട് 30 താ, ഇത് 30 ആവും. ഇത് 60, ഇത് 30, ഇത് 30 എന്ന് പറഞ്ഞാല് ഈ വരം വായിച്ചാൽ ഇവിടുന്ന് ഇവിടെ വരെ 60 + 30 90 ഉണ്ടാവും. ഇത് 90 ഡിഗ്രി ആണെന്ന് അർത്ഥം. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതാ ഈ ട്രയാങ്കിൾ ഇത് 60, ഇത് 90, അത് 30, ഇത് 30 ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ആ ത്രികോണം തന്നെയാണ് നമ്മുടെ മട്ട ത്രികോണം. പിന്നെ മട്ട ത്രികോണം റൈറ്റ് ട്രയാങ്കിൾ ആക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ തന്നെയാണ് റൈറ്റ് ട്രയാങ്കിൾ. നിങ്ങളാ വരച്ചത് തന്നെ മതി. ഇതാ ഇത്രയാണ് ഇപ്പൊ വരച്ച് വെച്ചേക്ക അല്ലെ. AED നിങ്ങൾ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യുക. അതാ അത് ഷെയ്ഡ് ചെയ്തോ. ഇവിടെ 90 ഡിഗ്രി കൊടുത്തു. AED കേട്ടാ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ മാത്രം 30 ഡിഗ്രി കൊടുത്തോ. ഇത് ഇങ്ങനെ 90 ഡിഗ്രി മറയപ്പെടുത്തിക്കോ. ഇതാ ചിത്രത്തിലെ ആൻസർ. ചിത്രത്തിലെ സാമാന്തരികം ABCD-യുടെ സാമാന്തരികം ABCD-ക്ക് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം അല്ലെ. സമഭുജ സാമാന്തരികം ABCD-ക്ക് സമഭുജ സാമാന്തരികം ABCD-ക്ക് സമഭുജ സാമാന്തരികം ABCD-ക്ക് തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണമാണ് തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണമാണ് ത്രികോണം AED അല്ലെങ്കിൽ ADE. എഴുതിക്കോ. തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണമാണ് ത്രികോണം ADE. ഇംഗ്ലീഷ് മീഡിയം എഴുതാം. In the picture the area of right triangle AED അല്ലെങ്കിൽ ADE, area of triangle right triangle ADE is equal to the area of rhombus ABC. Area of the rhombus ABC. Area of the rhombus ABCD
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഒരു റെഗുലർ പെന്റഗൺ അല്ലേ, അത് വരച്ചിട്ട് അതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ ട്രയാങ്കിൾ ഏരിയ കാണുവാണ്. സമ പഞ്ചഭുജം വരച്ച് അതേ ഏരിയ വരുന്ന ഒരു ത്രികോണം ഉണ്ടാക്കണം. എന്നിട്ട് ആ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ആ പഞ്ചഭുജം രണ്ടോ തന്നെ പരപ്പളവ് കാണുവാണ്. അതല്ലേ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ? യെസ് സർ. ഇവിടെ സമ പഞ്ചഭുജം ആവണമെങ്കിൽ, റെഗുലർ പെന്റഗൺ ആവണമെങ്കിൽ 5 സൈഡ് ഉണ്ട്, 5ഉം ഈക്വൽ ആവണം. മാത്രം പോരാ, വശങ്ങളൊക്കെ തുല്യ മാത്രം പോരാ, അതിന്റെ 5 കോണുകളും ഒരേ അളവ് വരണം. ഓരോ കോണും 108 ഡിഗ്രിയാണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അത് റെഗുലർ പെന്റഗൺ സമ പഞ്ചഭുജമുള്ളൂ. വശങ്ങൾ തുല്യമാകാം, കോണുകൾ വ്യത്യസ്തമായി വരക്കാം. കോണുകളൊക്കെ തുല്യമായി, വശങ്ങൾ വ്യത്യസ്തമായി വരക്കാം. അപ്പോഴൊന്നും അത് റെഗുലർ പെന്റഗൺ ആവില്ല, സമ പഞ്ചഭുജാവില്ല. സമ അല്ലെങ്കിൽ റെഗുലർ എന്ന പേര് അതിന്റെ ഒപ്പം വരണമെങ്കിൽ എത്ര സൈഡ് ഉണ്ടോ അതൊക്കെ ഒരേ വലിപ്പമാണ്, എത്ര കോണുകൾ ഉണ്ടോ അതൊക്കെ ഒരേ ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ സമ എന്ന് പറയാൻ പറ്റുള്ളൂ, റെഗുലർ. ഓക്കെ, റെഡി മക്കളെ? അപ്പൊ നമ്മൾ എടുക്കുന്ന വശം എല്ലാം ഒരേ അളവിലായിരിക്കണം. എല്ലാ സൈഡും 3 എടുത്ത് വരക്കാം, എല്ലാ സൈഡും 4 എടുത്ത് വരക്കാം, എല്ലാ സൈഡും 5 എടുത്ത് വരക്കാം. അപ്പൊ നോക്കാം, 1 2 3 4 5. ഇതിപ്പോ ഒരു പെന്റഗൺ ആണ്, പഞ്ചഭുജമാണ്. പക്ഷെ ഇതിൽ ഇത് വലുതും ഇത് ചെറുതൊക്കെയാണ്, വശങ്ങൾ തുല്യമല്ല. അപ്പൊ ഇത് റെഗുലർ പെന്റഗൺ അല്ല. റെഗുലർ ആവണമെങ്കിൽ എല്ലാ വശവും ഒരേ വലുപ്പത്തിൽ വരണം. ഇതൊക്കെ ഒരേ വലുപ്പമാക്കിയാൽ മതി. എത്ര ഒരേ വലുപ്പം എത്ര എടുക്കാം? എല്ലാ വശവും ഈ വലുപ്പത്തിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം ഈ വലുപ്പത്തിൽ എടുക്കാം. ഒന്ന് ചെറുതൊന്ന് വലുതാവും. അങ്ങനെ വശങ്ങൾ ഒരേ വലുപ്പമായതൊന്നും മാത്രം കാര്യമില്ല, ഓരോ കോണും കറക്റ്റ് 108 ഡിഗ്രിയിൽ വരണം. അങ്ങനെ വന്നാലേ നമുക്ക് എന്താവുള്ളൂ, ഇത് റെഗുലർ അല്ലെങ്കിൽ സമ പഞ്ചഭുജാവും. 108 ഡിഗ്രി അടക്കണം പ്രൊട്രാക്റ്റില്. ഡിഗ്രി എന്നുള്ള മാറൂല. വശമൊക്കെ എത്ര എടുക്കാം? ഒക്കെ 4 എടുക്കാം, ഒക്കെ 5 എടുക്കാം, ഒക്കെ 6 എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഉറപ്പിക്കാം, എല്ലാ സൈഡും 5 സെന്റിമീറ്റർ എടുക്കാം. എല്ലാവരും ഈ അളവിൽ എടുക്കണം കേട്ടോ, അതാണ് പറഞ്ഞ 5-ല്. എല്ലാം 4 എടുത്ത് വരക്കാന്ന് ഞാൻ പറഞ്ഞു, എല്ലാം 3-ലും പറ്റും. ഇവിടെ നമ്മൾ എല്ലാം 5-ൽ എടുക്കാം. 5 സൈഡും 5 വരണം. കോൺ എപ്പോഴും ഫിക്സ്ഡ് ആണ് 108. എല്ലാ വശം 4 എടുത്താലും കോണ് മാറില്ല 108. എല്ലാ വശം 5.5 എടുത്താലും കോണുകൾ ആംഗിൾസ് മാറൂല. കാരണം ഒക്കെ പാടെ കൂട്ടി 540-ന് 5 കൊണ്ട് ഹരിച്ചാൽ 108 കിട്ടും. പെന്റഗൺ, റെഗുലർ പെന്റഗണിന്റെ എല്ലാ ആംഗിൾസും സമ പഞ്ചഭുജത്തിന്റെ എല്ലാ കോണും 108 ഡിഗ്രിക്കാണ്. അപ്പൊ പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം. ആദ്യം ഒരു 5 സെന്റിമീറ്റർ വരക്കാം. എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ട് വെക്കുക. ചെറിയ ചേഞ്ച് ഒക്കെ വരുമല്ലോ, 108 110 ഒക്കെ ആയേക്കാം. പ്രൊട്രാക്ട് വെച്ചിട്ട് ഇങ്ങനെ ഇവിടം വരെ 90, 100, 110ന്റെ കുറച്ച് 100ന്റെയും 110ന്റെയും ഇടയിൽ 105 വരും. നടുവില് 108 എന്ന സ്ഥലം നോക്കുക, കറക്റ്റ് വെക്കണം. 108-ൽ നീട്ടുക. കണ്ടോ? ആദ്യം ഒരു 5 സെന്റിമീറ്റർ വരക്കുക. നോട്ട് ബുക്കിൽ സ്ഥലം ഉണ്ടാവേണ്ടി വരും കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊക്കെ വരക്കണ്ടോ, പറ്റി ഈ വക്കത്തേക്ക് വരക്കണ്ട, മറ്റേ ആ വക്കത്തേക്ക് വരക്കണം. ഒരു പേജ് മുഴുവനായിട്ട് ഇതിന് മാറ്റി വെച്ചോളൂ. ആ പേജിന്റെ ഏകദേശം നടുവിൽ വലത്തേക്കും ഇടത്തേക്കും സ്ഥലം ഉണ്ടായിക്കോട്ടെ, കാരണം നമുക്ക് ത്രികോണം വരാനുള്ള. മുകൾക്ക് എന്തായാലും സ്ഥലം വേണം, താഴത്തേക്ക് അത്ര സ്ഥലം വേണ്ട. നമ്മൾ വരക്കണം ആദ്യം അടിയത്തെ വശം. 5 വരച്ചാൽ ഒന്നുമില്ല, പിന്നെ 4 എടുക്കാം.
5 സെന്റിമീറ്റർ വരക്കുക. കൊട്രാക്ട് വെക്കുക. 108 ഡിഗ്രി. 90 കഴിഞ്ഞാല് 100. 90 100ന്റെയും ഇടയില് അത് 90 കഴിഞ്ഞാൽ 100, 100 കഴിഞ്ഞാൽ 110. 110ന്റെ 2 പുള്ളി കമ്മിയാവണം. 108 ഇല്ല. ആ 108 നീട്ടുക. നീട്ടിയത് 5 സെന്റിമീറ്റർ മതി. 5ൽ നിർത്തുക. അതേമാതിരി ഇവിടെ പൊട്ടാക്കി വെക്കുക. 108 അളക്കുക. കറക്റ്റ്. ഇവിടെ ഇങ്ങോട്ട് 108 കുറച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങനെ വരും. ഒന്ന് വരച്ചു നോക്കാം. വരക്കോ. ഇത് 5 സെന്റിമീറ്റർ. ഇവിടെ 108 ഡിഗ്രി വരും. വരച്ചാ Yes, sir. ഇനി 2 സൈഡ് ഇവിടെ 108 ഡിഗ്രി, ഇവിടെ 108 ഡിഗ്രി നീട്ടുക. അപ്പൊ അത് കിട്ടും. അത് കറക്റ്റ് അഞ്ചേക്കാണ്. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്താലും മതി. എന്തായാലും അവസാനത്തെ കോണ് കറക്റ്റ് വരുന്നതില്ല. ചെറിയ ചേഞ്ച് 108 എന്നുള്ള 110 ആയിക്കണേ. അതിനനുസരിച്ച് അവിടെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഇത് കോമ്പസ് എടുത്ത് വെച്ചോക്കാം. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്ത് വെച്ചോക്കാം. ഇവിടെ പൊട്ടാക്കിൽ 105 എടുക്കുക. പൊട്ടാക്കിൽ 105 നീട്ടുക. ഇതിങ്ങനെ നീട്ടാ. അതിൽ നമുക്ക് ഇങ്ങനെ ഫിഗർ കാട്ടും. എല്ലാ കോണുകളും ആംഗിൾസ് 108 കൊടുക്കാം. 108 സൈഡ്സ് ഒക്കെ 5 സെന്റിമീറ്റർ കൊടുക്കും. ഓക്കെ. ഇനി ഇതിന്റെ അതേ ഏരിയ വരുന്ന ത്രികോണം ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോകും. നോക്കിയോ. നമ്മള് ചതുർഭുജത്തിന്റെ എങ്ങനെ വരച്ച് കോഡ്ലാറ്റത്തെ ഇങ്ങനെ വരക്കും. ഈ വശം നീട്ടും, ഇങ്ങോട്ട് വരക്കും. ഇങ്ങനെ എന്നത് ശരി. എങ്ങനെയാണ് ഒരു ചതുർഭുജത്തെ ത്രികോണാക്കുക? കോഡ്ലാറ്റിന്റെ അതേ ഏരിയ വരുന്ന ട്രയാങ്കിൾ ആക്കുക. ഇത് പെന്റഗൺ ആണ്. ഈ പെന്റഗൺ ഒരു ഏരിയ ഉണ്ടാവും, പരപ്പളവ്. അതേ പരപ്പളവുള്ള ത്രികോണാണ് നമ്മൾ വരക്കുന്നത്. അതിന് ചെയ്യേണ്ട പണി, ഈ വശം ലേബി 2 ഭാഗത്തേക്ക് നീട്ടുക. നീട്ടിക്കോ. 2 ഭാഗത്തേക്ക് നീട്ടി ഇറക്കും. പൊടിയെത്തിട്ടോ. പൊടിയാതെ പോണം. എന്നിട്ട് ഇത് വരക്കുക. ഇങ്ങനെ വരക്കും. ബീഡി വരക്കും. ബീഡി
ബി ഡി വരയ്ക്കും. ഈ ബി ഡിക്ക് പാരലൽ ആയിട്ട് ഇതിലൂടെ ഒരു വര വരയ്ക്കും. അപ്പൊ നിമ തട്ടും. ബി ഡിക്ക് സമാന്തരമായിട്ട് സിയിലൂടെ വരയ്ക്കും. ഇത് പോണ അതേ ചെരിവിൽ കേട്ടോ. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരക്കണം. കറക്റ്റ് ആയിരിക്കണം ആ ചെരിവ്. ഇതാണ് നമുക്ക് വേണ്ട ഒരു പോയിന്റ്. നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കണം, അതിന്റെ ഒരു പോയിന്റ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അതേ പണി ഇപ്പുറത്ത്. ഇങ്ങോട്ട് വരച്ചു. ഇതിന് പാരലായിട്ട് ഇതിലൂടെ വരും. ഇതിന് സമാന്തരമായിട്ട് ഈയിലൂടെ വരും. ഇവിടെ എഫും കൊടുക്കും. കൊടുക്കും. EMF കിട്ടിയോ? കിട്ടിയോ? ഇവിടെ നിന്നും ഡിയിലേക്ക് വരയ്ക്കാം. DE DF. പുതിയ പോയിന്റ് ഇന്ന് ഡിക്ക് വരയ്ക്കാം. എഫ് എന്ന് വരയ്ക്കാം. രണ്ടൊന്നും ഡിക്ക് വരയ്ക്കാം. ഈ വരയ്ക്കണ വരെ ഓർമ്മ വേണം. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്. ഇതാണ് ട്രയാങ്കിളിന്റെ മറ്റൊരു സൈഡ്. ഓർമ്മ വേണം. EDF എന്ന FED ആ ട്രയാങ്കിളില്ലേ, അത് ഷെയ്ഡ് ചെയ്യാം. നമ്മളിപ്പോ വരച്ച വരണ ഇങ്ങോട്ടും ഇപ്പൊ വരച്ച വരണ അങ്ങോട്ടും ഇവിടെ വിവർ അത് ഷെയ്ഡ് ചെയ്യാം. അത് ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്തോ? യെസ് സർ. യെസ് സർ. എന്താ ട്രയാങ്കിളിന്റെ പേര്? ആ ത്രികോണത്തിന്റെ പേരെന്താ? DEF. റെഗുലർ പെന്റഗൺ. ABCD എന്നുള്ള. അയ്യോ ഇവിടെ ഈ ഉണ്ടല്ലേ മക്കളെ, ഇവിടെ ഈ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ജി കൊടുക്കാം. ഇവിടെ ജി കൊടുക്കാം പറ്റില്ല. ഇവിടെ ജി കൊടുക്കല്ല. ജി ശ്രദ്ധിച്ചില്ല. ഓക്കെ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പേരെന്താ? DFG. DFG എന്നുള്ള ത്രികോണമാണ്. അതിന്റെ പരപ്പളവ് നമ്മൾ ആദ്യം വരച്ച റെഗുലർ പെന്റഗണില്ലേ, സമപഞ്ചഭുജത്തിന്റെ ആ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവിന് തുല്യമാണ്.
ഓക്കെ, എഴുതിക്കോളൂ. ചിത്രത്തിലെ ത്രികോണം DFG, ത്രികോണം DFG, ചിത്രത്തിലെ ത്രികോണം DFG യുടെ പരപ്പളവ്, DFG യുടെ പരപ്പളവ്, DFG യുടെ പരപ്പളവ് സമപഞ്ചഭുജത്തിന്റെ പരപ്പളവിന് തുല്യമാണ്. സമപഞ്ചഭുജത്തിന്റെ പരപ്പളവിന് തുല്യമാണ്. പഞ്ചഭുജത്തിന്റെ പരപ്പളവിന് തുല്യമാണ്. In the picture, the area of triangle DFG, area of triangle DFG is equal to area of triangle DFG is equal to the area of the pentagon ABCDE, area of the pentagon ABCDE. രണ്ട് സ്റ്റെപ്പ് കൂടി. പെന്റഗണ് പഞ്ചഭുജത്തിന്റെ പരപ്പളവിനെയാണ് ത്രികോണത്തിന്. പിന്നെ ആ പരപ്പളവ് ഏരിയ കാണണം. ത്രികോണത്തിന്റെ ഏതിനെ കണ്ടേ? ത്രികോണത്തിന്റെ തന്നെ അല്ലേ പഞ്ചഭുജത്തിന്, രണ്ടിനൊന്നല്ലേ. അപ്പൊ താഴെ ഏരിയ ഈക്വൽ ടു, ഏരിക്കല്ല ഏരിയ പരപ്പളവ് സമം. എങ്ങനെ പരപ്പളവ് കാണാം? പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ? Half BH. ഹാഫ് BH, അര ഇൻറ്റു BH, അര ഇൻറ്റു ഇതിന്റെ ബി ആണ്. ഇവിടുന്ന് ഇവിടെ വരില്ലേ? ബി എവിടുന്ന? ഇവിടുന്ന് ഇവിടെ വരെ എത്ര ആളാണ്? FG. H ആണ് ഇവിടുന്ന് നേരെ കുത്തിനെ വരക്കട്ടോ. ഇവിടെ നേരെ കുത്തിനെ 90 വരക്ക. അതാണ് ഹൈറ്റ് DM. അതാണ് നോക്കാം 1/2 ഇൻറ്റു മക്കൾ ഇത് സ്കെയിൽ വെച്ചാണ് നോക്കാം. FG എത്ര ഉണ്ട് സ്കെയില്? ഏകദേശം എല്ലാവർക്കും ഒരുപോലെ തന്നെ വരും. 11. ഇത് നേരെ കുത്തി എത്രയാ? 8 ആണോ? ആണോ? 8 ആണോ? മാറ്റണ്ടോ? പറയ്, ടൈം ആയിക്കണം. 7. 8. അത്രക്ക് മാറ്റുന്നുണ്ടാവില്ല. അത് നിങ്ങൾ വരച്ചിട്ട് മിസ്റ്റേക്ക് ഉണ്ടോ? എല്ലാരും നോക്കി പറഞ്ഞ നിങ്ങൾക്ക് എത്ര കിട്ടണേ? ഓരോരുത്തർ പറഞ്ഞോളി, നമുക്ക് നോക്കാം. 8 sir. ഓക്കെ, 8 ആണ്. ഇങ്ങനെ 7 ആണ് അങ്ങനെ കൊടുക്കണ്ടോ? ഹാഫ് ഇൻറ്റു ഇത് കുറിച്ച് 88 അല്ലെങ്കിൽ 7 ആണ് 77. 88ന്റെ പകുതി 44 സെന്റിമീറ്റർ. എഴുതിക്കോ 44 സെന്റിമീറ്റർ അല്ലെങ്കിൽ 77 വരിക. അതിന്റെ പകുതി എടുക്കണം.